ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്റ്റിച്ചിങ് ആണല്ലോ, ഒരു എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബെറ്റ് തുണി ഇരുന്നത് ഒരു കുഷൻ കവർ പോലെ തയ്ച്ചിട്ട് അതേ ഒരു ചെറിയ റോസ് എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സിമ്പിൾ എംബ്രോയ്ഡറി പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനപ്പോൾ അതിനെടുത്തിരിക്കുന്ന ഡബിൾ കളർ നൂല്, പിങ്കും വൈറ്റും കൂടെ വരുന്നതും ഗ്രീനും ഡാർക്കും ലൈറ്റും കൂടെ വരുന്ന 2 കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നല്ലൊരു ചെറിയ റോസാണ്. ചില സമയം എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇച്ചിരി സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും, ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് എനിക്ക് രാത്രി എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും ഇച്ചിരി ക്ലിയറായിട്ട് ഈ തയ്ക്കുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫുൾ റോസ് വരയ്ക്കാതെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ 3D പോളയും ഹാഫ് റോസൊക്കെ വരയ്ക്കുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ റോസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റോസ് മൊത്തം തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ക്കേണ്ടത് സ്റ്റമ്പും 2 ലീഫും ഒരു ചെറിയ ഒരു മുട്ട് പോളയും വരച്ചിട്ടുണ്ട്, അതും കൂടെ തയ്ച്ചെടുക്കുക. അവിടെ മുട്ടും 2 ഇലയും ഈ സൈഡ് 2-3 ഇലയും, അത് ഇച്ചിരി വീതിയുള്ള ഇലയായിട്ട് തയ്ക്കാനാണ്. ഇലയൊക്കെ ഒത്തിരി ഡിസൈനിൽ നമുക്ക് വരയ്ക്കാം. ഞാൻ ഏതൊരു പുതിയ രീതിയിലാണ് വരയ്ക്കാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ നമുക്ക് ചെറുതും കൂടെ ചെറിയ പൂവൊക്കെ തയ്ച്ച് ചുടിദാറിലൊക്കെയോ ഷർട്ടിലോ പോക്കറ്റിലോ അങ്ങനെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ തയ്ക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുഷൻ കവർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് അടുത്ത തിങ്കളാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.